വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കുന്നയ്ക്കൽ പൂത്തേത്തിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ 10ാമത് മഹോത്സവം ഇന്ന് സമാപിക്കും. രാവിലെ നടന്ന ശ്രീബലി എഴുന്നള്ളിപ്പിൽ മേളകലാനിധി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടൻ മാരാരുടെ പ്രമാണത്തിൽ മേജർ സെറ്റ് പഞ്ചാരിമേളം അവതരിപ്പിച്ചു. വാളകം കുന്നയ്ക്കൽ പൂത്തേത്തിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇന്നലെ ആരംഭിച്ച 10ാമത് മഹോത്സവം ഇന്ന് സമാപിക്കും. രാവിലെ നടന്ന ശ്രീബലി എഴുന്നള്ളിപ്പിൽ മേളകലാനിധി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടൻ മാരാരുടെ പ്രമാണത്തിൽ മേജർ സെറ്റ് പഞ്ചാരിമേളം അവതരിപ്പിച്ചു. തുടർന്ന് കലംകരിക്കൽ വഴിപാട്, മഹാപ്രസാദ ഊട്ട് എന്നിവ നടന്നു. വൈകിട്ട് നടക്കുന്ന കാഴ്ച ശ്രീബലിയിൽ താനത്ത് ഹരിമാരാരും സംഘവും പഞ്ചവാദ്യം അവതരിപ്പിക്കും. തുടർന്ന് ദീപാരാധന, സംഗീത സദസ്സ്, കൈകൊട്ടിക്കളി എന്നിവ നടക്കും. രാത്രി 9-ന് വിളക്കിനെഴുന്നള്ളിപ്പ്, ട്രാക്ക് ഗാനമേള, 1 മുതൽ തൂക്കം എന്നിവ നടത്തപ്പെടും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.